ഇവിടെ അത്ഭുതകരമായ പ്രകടനം കാണാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. മനോഹരമായ കാഴ്ച അല്ലേ? ശരിയാണ് ഓർക്കോ. എന്തെല്ലാം തരത്തിലുള്ള മൃഗങ്ങളാണ്? വേഗം എഴുന്നേറ്റ് ഇതൊന്ന് കാണൂ. എന്റെ നേരെയാണല്ലോ ആ പെൺപുലി നോക്കുന്നത്. നിന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിന്നെ അവരുടെ കൂട്ടിലേക്ക് ക്ഷണിച്ചതാവും. ഇവരുടെ പ്രകടനം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. ആദം രാജകുമാരന്റെ ആ വളർത്തുമൃഗത്തെ പിടിക്കാൻ ഇനിയും നിനക്കായില്ലേ? ഇല്ല സ്കെലിറ്റർ. പക്ഷെ ഇന്ന് ഞാൻ മൃഗങ്ങളെ മയക്കാനുള്ള കഴിവ് ഉപയോഗിച്ച് നിനക്കതിനെ പിടിച്ചുകൂടെ? ഞാൻ ശ്രമിച്ചതാണ് സ്കെലിറ്റർ. പക്ഷേ ഇവിടെ മറ്റു ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചേ മതിയാകൂ. പക്ഷേ ഇതുകൊണ്ടൊന്നും പേടിക്കേണ്ട സ്കെലിറ്റർ. എന്റെ സുന്ദരിയായ പെൺപുലിക്ക് അവനെ മയക്കാനാകും. എങ്ങനെയെങ്കിലും അതിനെ പിടികിട്ടിയാൽ ആദം രാജകുമാരൻ അതിനെ പിന്തുടർന്നു വന്നുകൊള്ളും. പിന്നെ രാജകുമാരനെ രക്ഷിക്കാൻ ഹീമാൻ നമ്മുടെ മുമ്പിൽ എത്തുമെന്ന കാര്യം തീർച്ചയാണ്. അങ്ങനെ ഹീമാൻ നമ്മുടെ പിടിയിലാവും അല്ലേ? തീർച്ചയായും. നോക്കൂ, അയാൾ വൈദ്യുതി വെള്ളത്തിലൂടെ കടത്തിവിടുകയാണ്. അയാൾ കൈകൾ അതിൽ മുക്കാൻ പോവുകയാണ്. അതിശയമായിരിക്കുന്നു. അത്ഭുതമായിരിക്കുന്നു. ഓ, ഇത് ചെയ്യാൻ എനിക്ക് പറയാം. ഇത് വളരെ അപകടമാണ് ഓർക്കോ. നിന്റെ ദേഹത്ത് തീ പിടിക്കും. ഞാൻ അന്യഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്ന ഈ കുരുമുളക് നിറച്ച കുപ്പി ഉപയോഗിച്ച് എനിക്ക് എന്ത് ചെയ്യാനാവും? നോക്കൂ, എനിക്ക് അവസരം തരൂ. കുരുമുളക് തന്ത്രം ഫലിക്കുന്നില്ലല്ലോ. അയ്യോ, ഇനി പുറത്തേക്ക് പോകുന്നതാണ് നല്ലത്. ഈ ഇനവും വളരെ നന്നായിരിക്കുന്നു. ഒരു കാര്യം ചെയ്യൂ, ഇത് താങ്കൾ വെച്ചോളൂ. ഓരോന്നിനും ഓരോ ഉപയോഗം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഓ, അത് അത്ര നല്ല പൊടിയൊന്നുമല്ല. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് അടുത്ത ഇനം അവതരിപ്പിക്കാൻ പോകുന്നത് മനുഷ്യക്കുരങ്ങാണ്. നോക്കൂ. അടുത്തതായി മനുഷ്യക്കുരങ്ങന്റെ ഇന്ദ്രജാലം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അച്ഛാ, അരുത്. നോക്കൂ, നീ നല്ല കുട്ടിയല്ലേ? നമ്മൾ സുഹൃത്തുക്കളാണ്. എന്നെ വേഗം താഴെയിറക്കൂ. പെട്ടെന്ന്. ഏയ്, ഇങ്ങനെയാണെങ്കിൽ ഈ കളി ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഓ, ക്ഷമിക്കണം, ഇനി ആവർത്തിക്കില്ല. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം. ദാ, ഒരു പെൺപുലിയെ നോക്കൂ. ഏയ്, അല്പം ക്ഷമിക്കൂ കൂട്ടുകാരാ. ഇവളെ മെരിക്കാൻ അറിയാവുന്നവരോട് ഇവൾ നല്ലവളാണ്, അല്ലാത്തവരോട് ഇവളോട് ഒരു കൈ നോക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ഏയ്, വേണ്ട റേഞ്ചർ, നമുക്ക് പോകാം. നോക്കി വച്ചോളൂ നിന്റെ പുതിയ കൂട്ടുകാരനെ. ഇന്ന് രാത്രി നീ മയക്കിയെടുക്കണം അവനെ. ആദത്തിന് തൊട്ട് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ഇഷ്ടം നിയന്ത്രിക്കാൻ എനിക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല.
പേടിക്കണ്ട, ഇത് വൈകുന്നേരങ്ങളിലെ എന്റെ ഒരു വിനോദം മാത്രമാണ്. ഓഹോ, അങ്ങനെ നീ നിന്റെ കൂട്ടുകാരനെ കൊണ്ടുവന്നു അല്ലേ? നന്നായി. നിങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി ഈ കൂട്ടിൽ കഴിഞ്ഞുകൂടെ? നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ആ, സ്വാഗതം. ഓ, എന്നോട് ക്ഷമിക്കണം റേഞ്ചർ. ഇത് ബീറ്റ്സ്മാനാണല്ലോ. വരൂ, നമുക്ക് സർപ്പമലയിലേക്ക് പോകാം. ശരിക്കും കുടുങ്ങിയിരിക്കുന്നു. ഇന്ന് സ്കെൽട്ടറുടെ വായിൽ പെട്ടത് തന്നെ. റേഞ്ചർ, റേഞ്ചർ! ഇന്ന് രാവിലെ ഭക്ഷണത്തിനും റേഞ്ചറിനെ കണ്ടില്ല. എന്തു പറ്റി? റേഞ്ചർ ഇന്ന് വരെ ഭക്ഷണം മുടക്കിയിട്ടില്ല. അവൻ പോയെന്നാ തോന്നുന്നത്. ഓഹോ, അങ്ങനെയാണല്ലേ ഹീമാൻ. എങ്കിൽ അവൻ ചെയ്തത് തീരെ ശരിയായില്ല കേട്ടോ. ആദം, മാരിറ്റംസ്, നോക്കൂ, ടിവിയുടെ കയ്യിൽ ആരോ ഒരു സന്ദേശം കൊടുത്തയച്ചിരിക്കുന്നു. റേഞ്ചർ ഇപ്പോൾ സ്കെൽട്ടറുടെ പിടിയിലാണ്. റേഞ്ചറിനെ രക്ഷിക്കാൻ എത്രയും വേഗം സർപ്പമലയിലേക്ക് പോകണം. ഞാനിതാ പോവുകയായി. അത് ശരി. അപ്പോ സ്കെലിറ്റർ ഈ കെണിയെല്ലാം ഒരുക്കിയത് ഹീമാനെ പിടികൂടാനാണെന്ന് തോന്നുന്നു. സ്കെൽട്ടറിന് ഹീമാനെയാണ് ആവശ്യമെങ്കിൽ ആ വേഷത്തിൽ തന്നെ ഞാൻ പോയേക്കാം. മണി മുഴങ്ങുന്നുണ്ടല്ലോ. ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആദം രാജകുമാരനായിരിക്കും. അല്ല, ഹീമാൻ തന്നെയാണ് രക്ഷകനായി എത്തിയിരിക്കുന്നത്. ഓഹോ, നാം വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ടല്ലേ? നമ്മളോ? ഇത് തികച്ചും എന്റെ ബുദ്ധിയാണ്. നമുക്ക് വളർത്തുമൃഗത്തെ ഹീമാനെ കാണിച്ചു കൊടുക്കണ്ടേ? വരട്ടെ, അവൻ നമ്മുടെ അടുത്തെത്തട്ടെ. എന്നാൽ മാത്രമേ ശരിയായ കെണിയിൽ നമുക്ക് അവനെ വീഴ്ത്താനാവൂ. നീ എന്താണ് ഈ പറയുന്നത്? റേഞ്ചറെ രക്ഷിക്കാൻ ആദ്യം തനിയെ പോയെന്നോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അതെ, അതിനെന്താ? ആ കാര്യം രാജകുമാരൻ നോക്കിക്കോളും. ആരെങ്കിലും അദ്ദേഹത്തെ അനുഗമിച്ചേ മതിയാകൂ. അത് വേണമെന്ന് തോന്നുന്നില്ല. രാജകുമാരന് തനിയെ പോകുന്നതാണ് ഇഷ്ടം. അത് ശരിയാണ്. പക്ഷേ ആദൻ രാജകുമാരനെ രക്ഷിക്കേണ്ട ഒരു ചെറിയ ചുമതല എനിക്കും ഉണ്ടല്ലോ, ഓർക്കോ? പക്ഷേ തീരെ സൂക്ഷിക്കണം. വരൂ, ഹീമാന് വേണ്ടിയുള്ള കെണി തയ്യാറാണോ എന്ന് നോക്കാം. ആദ്യം ആ വളർത്തുമൃഗം കെണിയിൽ അകപ്പെട്ടിരിക്കുന്നത് നാം ഹീമാനെ കാണിച്ചു കൊടുക്കുന്നു. അതിനെ രക്ഷപ്പെടുത്താൻ ഹീമാൻ ഈ വഴി നടന്ന് ഇവിടെ ചവിട്ടുമ്പോൾ ഈ കുഴിയിലേക്ക് പതിക്കും. പിന്നെ മൃഗങ്ങൾ ഹീമാനെ നോക്കിക്കൊള്ളു. നിഴൽ ജീവിയെ പുറത്തുവിടാനുള്ള സമയമായി. അവൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. നിഴൽ ജീവി ഇനി അവനെ കൂട്ടിലാക്കിക്കൊള്ളും. എന്നെ മനസ്സിലായോ? പേടിക്കണ്ട ഹീമാൻ, ഞാൻ എത്തിയല്ലോ. ഞാൻ രക്ഷിക്കാം. ഞാൻ നിഴൽജീവിയും കൂട്ടുകാരാണ് അല്ലേ? വേഗം എന്റെ സുഹൃത്തിനെ താഴെ ഇറക്കൂ. വേഗം. നല്ല കുട്ടിയല്ലേ? മിടുക്കൻ. നന്ദിയുണ്ട്. ടീല എന്തിനാണ് ഇവിടെ വന്നത്? ഹീമാൻ വന്ന അതേ കാര്യത്തിന് എന്നെ ആദ്യത്തിന് റേഞ്ചറിനെ അന്വേഷിച്ചു വന്നതാ. റേഞ്ചർ അവിടെയാണെന്ന് തോന്നുന്നു. ഞാൻ പോയി കണ്ടുപിടിക്കാം. ഇങ്ങനൊരു അപകടം സംഭവിച്ചു എന്ന് ഹീമാൻ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും അറിയും. നോക്കൂ, ഹീമാനല്ല വരുന്നത്. നിഴൽ ജീവിയുടെ അടുക്കൽ നിന്നും അവൻ എങ്ങനെ രക്ഷപ്പെട്ടു? സാരമില്ല, അവനുള്ള യഥാർത്ഥ കെണി വരുന്നതേയുള്ളൂ. റേഞ്ചർ, നീ എവിടെയാണ്? ഞാൻ ഇവിടെയുണ്ട്.
ഇങ്ങോട്ട് വരരുത് ഹീമാൻ. അവിടെ ഒരു കെണി ഒരുക്കിയിട്ടുണ്ട്. കെണി. ഒന്നും പേടിക്കണ്ട, ഞാനല്ലേ ഇവിടെയുള്ളത്. ഒരടി കൂടി മുന്നോട്ട് വച്ചാൽ ഹീമാന കുഴിയിൽ വീണത് തന്നെ. ഹീമാനെ ഇപ്പോൾ രക്ഷിക്കാൻ എന്താണ് ഒരു മാർഗം? റേഞ്ചർ സൂക്ഷിച്ച്. അവൻ വീണ്ടും രക്ഷപ്പെട്ടല്ലോ. ഇതിനൊക്കെ കാരണക്കാരൻ നീ ഒറ്റ ഒരുത്തനാണ്. നിന്നെ ഞാൻ റേഞ്ചർ, ഇത്തരം പ്രകടനങ്ങളൊന്നും നീ ഇറ്റേണിയിൽ വെച്ച് കാണിക്കാറില്ലല്ലോ. ഇതിപ്പോ അങ്ങയെ ആ കെണിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ ആ ചാട്ടത്തിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? കുഴപ്പമില്ല, ഈ ജീവിതം തന്നെ ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുകയല്ലേ. നീ കാണിച്ചത് യഥാർത്ഥ ധീരത തന്നെയാണ് റേഞ്ചർ. നന്ദിയുണ്ട് റേഞ്ചർ. വരൂ, നമുക്ക് സ്കെൽട്ടറിനെ കണ്ടുപിടിക്കാം. വേണ്ട ഹീമാൻ, വേണ്ട. നമുക്ക് തിരിച്ചു പോകാം. അതിനായി പിന്നെ എപ്പോഴെങ്കിലും വരാം. ഇതിനുശേഷം നിനക്ക് വേണ്ട ധൈര്യം കിട്ടിക്കൊള്ളും. ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞാ മതി, ഞാൻ വന്നോളാം. അയ്യോ, എന്റെ സ്കെലിറ്റർ, ഇതൊന്നും എന്റെ തെറ്റായിരുന്നില്ല. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്തതല്ലേ. സ്കെലിറ്റർ, സൂക്ഷിക്കണം, വേറെ ആരും ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് ടീലയാണ്, ഇറ്റേനിയയിലെ ആയുധപുരയുടെ അധികാരി. ഇവൾ നമ്മുടെ അടുത്ത ഇരയാകുമെന്നാ തോന്നുന്നത്. ഹീമാൻ! അയ്യോ, ഹീമാൻ, രക്ഷിക്കൂ! ഹീമാൻ! വളരെ നന്നായിരിക്കുന്നു. ഏയ് ബീറ്റ്സ്മാൻ, വേഗം പോയി അവളെ നേരിടൂ. ഹീമാൻ, അവൻ ഇവളെ അന്വേഷിച്ച് ഇവിടെ എത്താതിരിക്കില്ല. എന്നെ എന്തിനാ പിടിച്ചു വെച്ചിരിക്കുന്നത്? എന്നെ വിടൂ. അത്ര എളുപ്പമുള്ള കാര്യമല്ല. വേഗം, ഹീമാൻ ഇപ്പോൾ തന്നെ ഇങ്ങെത്തും. പേടിക്കണ്ട, നാം തയ്യാറായി കഴിഞ്ഞു. ഈ ചങ്ങലകൾക്ക് ഞാൻ ശക്തി കൊടുക്കാൻ പോവുകയാണ്. പിന്നെ ഹീമാൻ വിചാരിച്ചാലും ഇത് പൊട്ടിക്കാൻ സാധിക്കുകയില്ല. പിന്നെ ഞാൻ പിടയ്ക്കാതെ പെണ്ണേ. നോക്കൂ, നാം ഇപ്പോൾ സർപ്പമലയിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് സ്കെൽട്ടറെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഓ, ഇത്ര തിരക്ക് പിടിച്ചെങ്ങോട്ടാണ് ഹീമാൻ പോകുന്നത്? ബലം പ്രയോഗിച്ചിട്ട് ഒരു കാര്യമില്ല ബീറ്റ്സ്മാൻ. നിന്നെ ഞാനിപ്പോൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഓ, എന്റെ ദൈവമേ, എന്നെ ഒന്ന് താഴെ ഇറക്കൂ. നീ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ താഴെ ഇറക്കാം. അയ്യോ അയ്യോ, എന്റെ തല ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നല്ലോ. ഓ, എടാ ഹീമാനെ. ഈ ചില്ലുകൂട്ടി കുറച്ചു നേരം കിടന്നാൽ എങ്ങനെയുണ്ടെന്ന് നോക്കടാ ബീറ്റ്സ്മാനെ. ചില്ലുകൂട്ടിൽ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയുണ്ട് ബീറ്റ്സ്മാൻ? എടാ, ഒന്ന് ഞാൻ പുറത്ത് വന്നോട്ടെ. നിന്നെ ഞാൻ, നിന്റെ കഥ കഴിക്കും ഞാൻ. വരൂ, നമുക്ക് പോകാം. പോയി സ്കെൽട്ടറെ കണ്ടുപിടിക്കാം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ മണ്ടശിരോമിനെ കുടിക്കതുപോലെ എന്നെയും കൊടുക്കാമെന്ന് വിചാരിക്കേണ്ട ഹീമാൻ.
ബാറ്റിൽ കാറ്റ്, വിട്, എന്നെ വിടാനല്ലേ പറഞ്ഞത്. എന്നെ പുറത്തിറക്കാൻ പോവുകയാണോ നീ? ഇപ്പോഴല്ല. ദാ നിനക്കൊരു വിരുന്നുകാരിയുണ്ട്. എന്നെ വിട്, എന്നെ വിടാനാണ് പറഞ്ഞത്. ആ! ഓ ബീസ്റ്റ് മാൻ, ഇതൊക്കെ നിന്റെ കുഴപ്പം കൊണ്ടാണ് സംഭവിച്ചത്. ഓ, എന്റെ കുഴപ്പമോ? നീ ഇവിടെ വന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അല്ല അല്ല, നീ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദി. ഓ, കിടന്ന് അലറാതെ. ഇനി അടുത്തത് സ്കെൽട്ടറിന്റെ ഊഴമാണ്. സ്വാഗതം ഹീമാൻ, സ്വാഗതം. എന്നെ ഇവിടെ എത്തിക്കലായിരുന്നല്ലോ നിന്റെ ലക്ഷ്യം. ഇനി പറയൂ, എന്താണ് നിനക്ക് വേണ്ടത്? മറ്റൊന്നുമല്ല, കാസിൽ ഗ്രേസ്കൽ തന്നെയാണ് എന്റെ ലക്ഷ്യം. വേഗം എന്നെ അവിടെ എത്തിക്കൂ. അതൊരിക്കലും നടക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഹീമാൻ, നിനക്ക് കഴിയുമെങ്കിൽ ഇതിൽ യഥാർത്ഥത്തിലുള്ള സ്കെൽട്ടറെ കണ്ടുപിടിക്കൂ. ഈ വാതിലുകൾ ഇപ്പോൾ അടയും. അതിനു മുമ്പ് എന്നെ ഗ്രേസ്കളിൽ എത്തിക്കാമെന്ന് വാക്ക് തരൂ. നിനക്കതൊരിക്കലും പിടിച്ചു നിർത്താൻ കഴിയില്ല ഹീമാൻ. എന്തായാലും ഈ സ്കെലിറ്ററുടെ ആഗ്രഹം നീ നടത്തി തന്നെ മതിയാകൂ ഹീമാൻ. ഓർക്കോയുടെ കുരുമുളക് തന്ത്രം ഒന്ന് പ്രയോഗിച്ചു നോക്കാം. നോക്കിക്കോ ഹീമാൻ, നീയൊക്കെ ഇതിനെ അനുഭവിക്കും. വരൂ, നമുക്ക് ടീലെ കണ്ടുപിടിക്കാം. ഹീമാൻ, ഇങ്ങ് എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കുറച്ചുകൂടി നേരത്തെ എത്താമായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് അല്പം ജോലി കൂടി ബാക്കിയുണ്ടായിരുന്നു. ഈവലിന് ചെങ്ങലകൾക്ക് ശക്തി നൽകിയിരിക്കുന്നു. ഇത് ആരെ കൊണ്ട് പൊട്ടിക്കാനാവില്ലെന്ന് അവര് പറഞ്ഞത്. എന്നാൽ നമുക്ക് നോക്കാം. നന്ദി ഹീമേൻ. ഇനി എനിക്ക് ഒരു ജോലി കൂടിയുണ്ട്. റേഞ്ചറിനെ ആന്ധ്ര രാജകുമാരനെ കണ്ടുപിടിക്കണം. ആ കാര്യം ഞാൻ ഏറ്റു. അതിനു മുൻപായി നീ എത്രയും വേഗം ആ കൂട്ടിനുള്ളിൽ കിടക്കുന്ന ഈവലിനെയും ബീറ്റ്സ്മാനെയും കൈയോടെ പിടികൂടണം. ഓഹോ, എങ്കിൽ അവരെ പിടിച്ച് എറ്റിയറിനെയും കൊട്ടാരത്തിൽ ഹാജരാക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഹീമേൻ. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ടീല. ഓർക്കോ, നിന്റെ കുരുമുളക് പാത്രം തിരിച്ചേൽപ്പിക്കാൻ ഹീമാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടൊരു പ്രയോജനവുമില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഹീമാൻ പറഞ്ഞത് അങ്ങനെയല്ല. അവസാനം രക്ഷയ്ക്കെത്തിയത് ഈ കുരുമുളക് കാണുന്നു. ഇതിന്റെ പൊടിയേറ്റ് സ്കെൽട്ടർ തുമ്മി തുമ്മി കുഴഞ്ഞു. തുമ്മിയെന്നോ? നോക്കട്ടെ. അത് തുറക്കണ്ട, അപകടമാണ്. എനിക്കൊരു അപകടവും സംഭവിക്കില്ലെന്നേ.